ഹാപ്പി മോർണിംഗ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടി ഹാവേക്കർ എഴുതിയ ദ സീക്രട്ട് ഓഫ് മില്യനർ മൈൻഡ് എന്ന പുസ്തകത്തിൻ്റെ ചില കാര്യങ്ങളാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഹാവേക്കർ ആരാണെന്ന് ഹാവേക്കർ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഏത് പുസ്തകങ്ങൾ വായിക്കുമ്പോഴും നമ്മൾ ആ ഓതർ ആരാണ്, ഈ ഓതർക്ക് ഇത് പറയാൻ അധികാരമുണ്ടോ അവകാശമുണ്ടോ എന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറയുന്ന ഒരു പുസ്തകം ആദ്യമായി കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഇത് എഴുതിയ ബ്രിയാൻ ട്രേസിക്ക് ഇത് പറയാൻ എന്ത് അധികാരമാണ്, എന്ത് അവകാശമാണ് ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ ബ്രിയാൻ ട്രേസിയുടെ കഥകൾ വായിച്ചപ്പോൾ തീർച്ചയായിട്ടും, അതായത് വളരെ ചെറിയ നിലയിൽ നിന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റാണ് ബ്രിയാൻ ട്രേസി. അപ്പോൾ തീർച്ചയായിട്ടും ഈറ്റ് ദാറ്റ് ഫ്രോഗ് പോലുള്ള പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ഗോൾസ് ലക്ഷ്യങ്ങൾ പോലുള്ള പുസ്തകങ്ങൾ അദ്ദേഹത്തിന് എഴുതാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മളോട് സംസാരിക്കാൻ തീർച്ചയായും അവകാശമുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. അതേപോലെ തന്നെ ഹവേക്കറും നമ്മളോട് സംസാരിക്കുന്നത് എങ്ങനെ അദ്ദേഹം ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അദ്ദേഹത്തിന് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് പറയാൻ അദ്ദേഹത്തിന് പൂർണ്ണമായും അവകാശമുണ്ട്, അധികാരമുണ്ട് എന്നുള്ളതാണ്. ഇതിലാണ് അദ്ദേഹം ഹവേക്കർ ഈ പുസ്തകത്തിലാണ് അദ്ദേഹം നമ്മുടെ മണി ബ്ലൂ പ്രിൻറ്റിനെ പറ്റിയൊക്കെ വളരെ വിശദമായി ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഇതിൽ അദ്ദേഹം ആദ്യം തന്നെ മണി ബ്ലൂ പ്രിൻറ്റിനെ പറ്റിയാണ്, അദ്ദേഹം ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ മണി ബ്ലൂ പ്രിൻറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതിൽ ചില അതിമനോഹരമായ ചില കോട്ടുകളുണ്ട്. അതായത് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയുടെ വ്യാപ്തി കൂടുമ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ മനോഹരമായൊരു ചിന്തയാണ് നമുക്ക് തോന്നാം. അതായത് എൻ്റെ വരുമാനം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഞാൻ എന്തൊക്കെയാണോ വർക്ക് ചെയ്യുന്നത് അതിനെ ആശ്രയിച്ചാണ്. നമുക്ക് നമ്മളുടെ വരുമാനം കൂടണമെങ്കിൽ നമ്മൾ ഒന്നിക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പുതിയ പുതിയ സ്കില്ലുകൾ നമ്മൾ ആർജിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സമയം, ഇപ്പം എലൺ മസ്കിനെ പോലുള്ളവരൊക്കെ പറയുകയാണെങ്കിൽ ആഴ്ചക്ക് 100 മണിക്കൂർ വർക്ക് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ വർക്കിംഗ് ടൈംസ് കൂട്ടണം. അല്ലെങ്കിൽ നമ്മൾ പുതിയ പുതിയ സ്കില്ലുകൾ, പുതിയ പുതിയ സർവീസുകൾ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ വ്യാപ്തി കൂടുമ്പോൾ മാത്രമാണെന്ന് ഹവേക്കർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായി അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത് മണി ബ്ലൂ പ്രിൻറ്റിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ്. അതിൽ വളരെ വിശദമായി അദ്ദേഹം എന്തുകൊണ്ട് ചിലവർ ഇപ്പോൾ ലോട്ടറിക്കാരൊക്കെ അദ്ദേഹം ഉദാഹരണമായി എടുക്കുന്നുണ്ട്. ചില ലോട്ടറി ടിക്കറ്റ് അടിച്ചവർ പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ ഒന്നുകിൽ അവർ ദരിദ്രരാകുന്നു അല്ലെങ്കിൽ കൂടുതൽ കടക്കാരനാകുന്നത് എന്തുകൊണ്ട് എന്നൊക്കെ പറ്റി വളരെ മനോഹരമായി പറയുന്നുണ്ട്. കാരണം അവരുടെ മണി ബ്ലൂ പ്രിൻറ്റ്, മൈൻഡിൻ്റെ മണി ബ്ലൂ പ്രിൻറ്റ് അത് ഒരു ദാരിദ്ര്യത്തിൻ്റെതാണ് എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത്. അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിനെ പറ്റി, അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഡൊണാൾഡ് ട്രംപിനെ പറ്റി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ ബിസിനസ്സുകാരനും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് വലിയ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു. പക്ഷേ ട്രംപ് പിന്നീട് തിരിച്ചു വന്നത് മില്യണറായിട്ടാണ്. കാരണം ട്രംപിൻ്റെ മണി ബ്ലൂ പ്രിൻറ്റിൽ ലക്ഷങ്ങളുടെ കണക്കില്ല, കോടികളുടെ കണക്ക് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നു. വളരെ മനോഹരമായൊരു പുസ്തകമാണ്, പറ്റുമെങ്കിൽ വായിക്കണം. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.